ये स्कूड है, अक्टूबर से स्कूड है वही बैच का ही है। ये एकदम अच्छा टेस्टी होता है, एकदम अच्छा टेस्ट है। कितना बड़ा होता है उतना अच्छा टेस्टी होता है। इसमें ब्लैक कलर होता है, ब्लैक अरे इसमें देखिए पूरा मैंने हाथ में देखा, ये इसका अंदर से आता है ब्लैक। एक्चुअली ये ब्लैक अभी नीचे डालो, नीचे रखो बेच ज़्यादा है ना। इसमें ये ब्लैक क्यों आता मालूम है? ये समुद्र का मछली है ना, समुद्र का मछली का खाना समुद्र का ही मछली है। बड़ा मछली का खाना छोटा मछली है। एक्चुअली ये बड़ा मछली छोटा मछली का खाना के आने का टाइम, मतलब बड़ा मछली छोटा मछली का पकड़ता है खाने के लिए, उसी टाइम स्किप होने के लिए, भागने के लिए ये मछली का ये कलर उधर डालता है, पानी में स्प्रेड करता है, पानी में डालता है। ये ब्लैक है, पानी में डालने के टाइम पूरा उधर वो एरिया में पूरा ब्लैक कलर होता है। जो मच्छी खाने के लिए आया वो मच्छी का दिखा नहीं सकता है उधर आगे क्या है, उसी टाइम ये जल्दी भागता है। അതായത് നമ്മളെ സ്കുഡിൻ്റെ ഈ കറുപ്പ് കളർ എന്തിനാണ് വേണ്ടതെന്ന് വെച്ച് കണ്ടതാണ്. സ്കുഡിൻ്റെ കറുപ്പ് കളർ എന്തിനാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കടൽ മീനിൻ്റെ ഭക്ഷണം കടലിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ മീനുകളാണ്. അതായത് വലിയ മീനിൻ്റെ ഭക്ഷണം കടലിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ മീനുകളാണ്. അപ്പോൾ ഈ ചെറിയ ചെറിയ മീനുകൾ ഭക്ഷണം ആയതുകൊണ്ട് ഇതിൻ്റെ ഈ സ്കുഡിനെ, ഇത് സ്കുഡാണത്, സ്കുഡിൻ്റെ വേറെ ടൈപ്പ് മീനാണിത്. അപ്പം ഈ സ്കുഡിനെ തിന്നാൻ വരുന്ന മീനുകളുണ്ടാവും. സ്കുഡിന് തിന്നാൻ വരുന്ന മീനുകൾ നമ്മൾ ഇതുണ്ടല്ലോ, എന്താ പറയുക, നെയ്മീൻ, സ്രാവൊക്കെ സ്കുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് തിന്നാൻ വേണ്ടി വരുന്ന സമയത്ത് ഇതിൻ്റെ ഈ ബ്ലാക്ക് ഈ കളറില്ലേ, ഇതെന്ത് ചെയ്യും? ആ വെള്ളത്തിലോട്ട് സ്പ്രെഡാക്കും, വെള്ളത്തിലൊന്നായിട്ട് ഇട്ട് സ്പ്രെഡാക്കുന്ന സമയത്ത് ആ വെള്ളത്തിൻ്റെ ആ ഒരു ഏരിയ മൊത്തം എന്താവും? കറുപ്പ് കളറായി മാറും. ആ കറുപ്പ് കളറായി മാറുന്ന സമയത്ത് ഈ മീൻ വേഗം എന്താൻ പറ്റും? രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ രക്ഷപ്പെടുന്നതാണ് ഈ സ്കുഡ് രക്ഷപ്പെടുന്ന രീതി അങ്ങനെയാണ്. കാരണം നമ്മളെ ദൈവം ഓരോരുത്തർക്ക് ഓരോരോ ഇത് കൊടുത്തിട്ടുണ്ട്, ഓരോരോ മീൻ ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള. അതായത് ഏറ്റവും കൂടുതൽ ഫാസ്റ്റിൽ പോകുന്ന രണ്ടാമത്തെ മീനാണ് നമ്മൾ നെയ്മീൻ എന്ന് പറഞ്ഞത്. കടലിൽ നെയ്മീൻ മീൻസ് നമ്മൾ അയക്കുറ, സുർമൈ, വഞ്ചർ എന്നൊക്കെ പറഞ്ഞ മീൻ ഏറ്റവും കൂടുതൽ ഫാസ്റ്റിൽ പോകുന്ന മീനാണത്. സെക്കൻഡ് ഫാസ്റ്റിൽ പോകുന്ന മീൻ, ഫസ്റ്റ് പോകുന്ന മീൻ ഓലക്കൊടി. അതുകൊണ്ട് ഓലക്കൊടി എന്ന മീനുണ്ടല്ലോ, ഓലക്കൊടി മീനാണ് ഏറ്റവും ഫാസ്റ്റിൽ പോകുന്ന മീൻ. നമ്മൾ ഗൂഗിൾ കണ്ടതാണ്, ഗൂഗിളിൻ്റെ അറിവ് വെച്ച് പറഞ്ഞുതരാം നമ്മൾ. അതേപോലെ ഓരോ മീൻ ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട്. ഈ മീനിനെ കഴിക്കാൻ വേണ്ടി വരുന്ന മീനിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഇതാണിത്. ഈ കറുപ്പ് തണ്ട, ഈ കറുപ്പ് ഇതിൻ്റെ ഇവിടെ ഉള്ളിലുണ്ടാവുന്നത് ഈ കറുപ്പ്, ബ്ലാക്ക്. അല്ലാതെ അങ്ങനെ ബ്ലാക്ക് വരുന്നൊന്നുമല്ല. അപ്പോൾ അത് സ്പ്രെഡാക്കുമ്പോൾ എന്താവും? ആ ഒരു ഏരിയ മൊത്തം ബ്ലാക്ക് ആവും. അങ്ങനെയാണ് ഇത് രക്ഷപ്പെടുന്നത്. വലിയ മീനാണ് അത്. അതോടെ വല അധികം അതോടെ കണ്ട ഈ ഒരു സ്കുഡിൻ്റെ വലുപ്പം ഇത് കണ്ട. ഈ ഒരു സ്കുഡ് നമ്മളെ കയ്യിൻ്റെ വലുപ്പമുണ്ട്. ഒരു സ്കുഡ് കണ്ട, നമ്മളെ കയ്യിൻ്റെ വലുപ്പമുണ്ട് ഒരു സ്കുഡ്. അതിനേക്കാളും വലുപ്പമുണ്ട് ഈ സ്കുഡ്. ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടോ നോക്കണ്ട. ഈ സ്കുഡ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മളെ ആ സ്കുഡിൻ്റെ വലുപ്പം നോക്കും. വളരെ ചെറുതാണ്. ഇതിങ്ങനെ ഉണ്ട്. ഇതിൻ്റെ ഹെഡ് ഇതിനേക്കാളുണ്ടാവും. അപ്പോൾ വലിയ സ്കുഡാണ്. ഇങ്ങനത്തെ വലുത് കിട്ടിയാൽ വാങ്ങിയിട്ട് കഴിച്ചു വെക്കുക. റേറ്റൊന്നും വലിയ മാറ്റം വരുന്നില്ല. അങ്ങനത്തെ ഇത്ര സ്കുഡുമേലൊന്നും വലുതാകും, ഇങ്ങനെ ഭയങ്കര വലുത് ചെറുതിന് മേലൊന്നും വലിയ മാറ്റം വരുന്നില്ല. അതായത് പറ്റിക്കപ്പെടുത്ത ഷോപ്പിലാണ് പോയിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അധികം റേറ്റ് വാങ്ങുന്നില്ല. സാധാ സ്കുഡിന് നമ്മൾ കൊടുക്കുന്ന വില തന്നെയൊക്കെയാണ് ഇതും കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കിട്ടിയാൽ വാങ്ങിയിട്ട് നോക്കുക. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ഷോർട്ട് വീഡിയോ ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മളെ ചാനലിനകത്ത് നമ്മൾ ഇടാറുണ്ട്. അത്യാവശ്യമൊക്കെ ആൾക്കാർ കാണുന്ന ചാനലാണ്. നമ്മുടെ ചാനൽ മെയിനായിട്ട് നമ്മൾ ഹിന്ദിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ഹിന്ദി ഭയങ്കരമായിട്ട് നമുക്ക് ഹിന്ദി അറിയുന്നില്ല, അറിയുന്ന രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.